പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ആഹാ, അത് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ ഓർമ്മ വരൂല്ലേ. തൃശ്ശൂർ വരാക്കര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. ജനുവരി 14 അവിടെ ഉത്സവം നടക്കാറുള്ളത്. നമുക്കത് പൂരമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആനകളും ഇതുപോലെ നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ആയിട്ടാണ് നിൽക്കുക. പൊതുവെ തിടമ്പേറ്റുന്ന ആനകൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ സർവാഭരണ വിഭൂഷണമായിട്ട് നിൽക്കാറുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ ആനകളും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു പൂരപ്പെരുമയോട് കൂടിയിട്ടാണ് നിൽക്കാറുള്ളത്. 20ൽ കൂടുതൽ ആനകൾ അണിനിരക്കുന്ന നമ്മുടെ ഈ അമ്പലത്തിലത്തെ ഉത്സവത്തിൽ ഏറ്റവും ഉയരം കൂടിയ ആനയ്ക്കാണ് തിടമ്പ് കിട്ടുക. അതിൽ അവരോടൊപ്പം തന്നെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ ഇടതും വലതായിട്ട് നിൽക്കുന്നുണ്ടാവും. അവരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ദേവീനെ ഈ കാണുന്ന ആനയാണ് ഇക്കൊല്ലം തിടമ്പ് ഏറ്റി നമ്മുടെ അമ്പലത്തിലത്തെ ബാക്കി ചടങ്ങുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ വരാക്കര ഭഗവതി നമ്മുടെ അമ്പലമൊക്കെ ചുറ്റി ഇനി പൂരത്തിൻ്റെ ദിവസങ്ങളിൽ മൊത്തം നമ്മുടെ പൂരപ്പറമ്പിലെ ആളിങ്ങനെ വിലസും ഈ ആനപ്പുറത്ത് കയറിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പറയൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ അവിൽപ്പറ, പൂപ്പറ, മലർപ്പറ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മായി മഞ്ഞളൊക്കെ നിറക്കിയിട്ടുണ്ടായിരുന്നു, ശർക്കര നിറക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിലും മലരും നെല്ലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം പൂരമൊക്കെ കണ്ട് നമ്മൾ ആ പൂരപ്പറമ്പിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. ഈ പൂരം കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ വരുന്നവരുണ്ടാവില്ലേ. ചെറുപ്പത്തിൽ നമ്മൾ തന്നെ ഇങ്ങനെ പൂരപ്പറമ്പിൽ ഓടി നടന്നതും വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവത്തിന് വേണ്ടി കാത്തിരുന്നതും ഒക്കെ ആയിട്ട് ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടമൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. സാരില്ല, അടുത്ത കൊല്ലം ഇനിയുണ്ടല്ലോ നമുക്ക് പൂരം ആഘോഷങ്ങളൊക്കെ. പൂരപ്പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെക്ഷനാണ് ഈ കാണുന്ന നമ്മുടെ വളാമല സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും മേടിക്കാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കണ്ട് നടക്കുക, പിന്നെ അലത്തുകൊലത്ത് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കുക, പിന്നെ പൂരപ്പലഹാരങ്ങൾ മേടിക്കുക, നല്ല ഇങ്ങനെ വായിലിട്ടാൽ കിളി കൂട്ടുന്ന അലുവ മേടിച്ച് കഴിക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ പാടത്തും പറമ്പിലും ഇറങ്ങുക, അവിടെയുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിക്കുക, എന്നിട്ട് ആസ്വദിക്കുക ആ ഒരു ഒഴിവ് ദിവസം. അത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പൂരവിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു നിമിഷം കൂടിയാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരും. അമ്മാവന്മാരും ആൻറ്റിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട്. ഈ കാണുന്നത് തുവരയാണ് കേട്ടോ. അങ്ങനെ പപ്പക്കായൊക്കെ പൊട്ടിച്ച് നിന്ന് തൂരപ്പയറൊക്കെ അരിഞ്ഞ് ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങളങ്ങോട്ട് അടിച്ച് പൊളിച്ചു.